ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമൊക്കെയുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. എഫേസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 23-24 വാക്യങ്ങൾ. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുകയും. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ ചിന്തിക്കുന്ന ദൈവത്തിനോട് പറയുന്നത് പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ തിരുവെഴുത്ത് ആദ്യോടൊന്നൊക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ പ്രൈസ് ദി ലോർഡ്, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ നാം വായിക്കുമ്പോൾ വിശുദ്ധിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. വിശുദ്ധിക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് വേദപുസ്തക ചരിത്രം തന്നെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വായിക്കുന്ന സകല മനുഷ്യരും ഹല്ലേലൂയ വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം ഈ ദൈവവചനം വായിക്കുകയും അത് പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുവാനും അതനുസരിച്ച് നടക്കുകയും ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പുതുമനുഷ്യനെ ധരിക്കണം. വെറും പുതുമനുഷ്യനില്ല, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുകയും. ഹല്ലേലൂയ. രക്തം ചെയ്യാം. നാം ദൈവവചനം വായിക്കുമ്പോൾ നിങ്ങളെ പുതിയ മനുഷ്യനായി കർത്താവ് കാണുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദരൻ, നിങ്ങളെ പുതിയ മനുഷ്യനായിട്ടാണ് ദൈവം കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കർത്താവിന്റെ കുടുംബത്തിലേക്ക് വന്നിരിക്കുക, ദൈവരാജ്യത്തിലേക്ക് വന്നിരിക്കുന്നു, ദൈവഭവനത്തിലേക്ക് നിങ്ങൾ വന്നിരിക്കുക. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ രക്തം നിങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ രക്തമാണ് നിങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഇതൊക്കെ വേദപുസ്തകമാകട്ടോ. അല്ലേലൂയ. മനുഷ്യന് ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഈ ലോകത്തിലെ യാതൊരുവിധ വസ്തുവകകൾ കൊണ്ട് കഴിയുകയില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്ന സത്യമാണ്. പാപിയായ മനുഷ്യന്റെ ശുദ്ധീകരണത്തിന് ക്രൂശിൽ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട യേശുവിന്റെ രക്തത്തിന് മാത്രമേ നമ്മെ ശുദ്ധീകരിച്ചെടുക്കാൻ കഴിയുള്ളൂ. മനുഷ്യൻ വലിയ തീർത്ഥാടനങ്ങൾ നടത്തിക്കൊണ്ടും പുണ്യനദികളിൽ ആമേൻ സ്നാനപ്പെട്ടതുകൊണ്ടും ഹല്ലേലൂയ മനുഷ്യൻ മറ്റേതെല്ലാം കർമ്മങ്ങളും പദ്ധതികളും ചെയ്താലും വില കൂടിയ സോപ്പിട്ട് കുളിച്ചാലും മനുഷ്യന്റെ ജീവിതത്തിന്റെ പാപത്തിന്റെ കറകളെ കഴുകി ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ശുദ്ധീകരണം യേശുക്രിസ്തുവിൽ മാത്രമാണ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ പുതിയ മനുഷ്യനായി മാത്രമല്ല, പുതിയ സൃഷ്ടിയായി തീരുക. അപ്പോൾ യേശുവിന്റെ രക്തത്താൽ നിങ്ങൾ കഴുകി ശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ നിങ്ങൾ പുതിയ മനുഷ്യനായി മാത്രമല്ല, പുതിയ സൃഷ്ടിയായി മാറുക. പ്രൈസ് ദി ലോർഡ്. ആ പുതിയ സൃഷ്ടിയാണ് ദൈവം ഇവിടെ ആഗ്രഹിക്കുന്നത്. നിങ്ങളൊരു പുതിയ സൃഷ്ടിയായിരിക്കണമെന്ന് യേശു ആഗ്രഹിക്കുക. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇത് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന ശക്തമായ ദൂത്, നിങ്ങൾ പുതിയ സൃഷ്ടിയായി ദൈവരാജ്യത്തിൽ ദൈവഭവനത്തിലെ അംഗമായി നിങ്ങൾ സ്വസ്ഥതയും സമാധാനമുള്ള ജീവിതം നയിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങൾ പുതിയ സൃഷ്ടിയാകണമെന്ന് ദൈവാത്മാവ് പറയുമ്പോൾ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ ഹല്ലേലൂയ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. അപ്പോൾ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ച് ദൈവത്തിൽ ഉറപ്പോടെ നിൽക്കുമ്പോൾ നിങ്ങൾ പുതിയ സൃഷ്ടിയാണ്. പഴയതൊക്കെ കഴിഞ്ഞു പോയതാണ്. അല്ലെ, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. അപ്പൊ നിങ്ങൾ പുതിയ സൃഷ്ടിയായി പുതിയ മനുഷ്യനായി മാറുന്നു. ഹല്ലേലൂയ. അതിനൊക്കെയും നാമിലേക്ക് ദൈവം തന്നെ കാരണഭൂതൻ. അപ്പൊ നിങ്ങൾ പുതിയ സൃഷ്ടിയാകാൻ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നത്, ദൈവാനുരൂപമായ പുതിയ മനുഷ്യനായി നിങ്ങളെ വീണ്ടും ജനിപ്പിക്കുന്നത് എല്ലാത്തിനും കാരണം നമ്മുടെ കർത്താവാണ്. അല്ലാതെ നിങ്ങളുടെ യാതൊരു കഴിവുകൊണ്ടും നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തികൾ കൊണ്ടും നിങ്ങൾ ചെയ്യുന്ന ഒരു ദാനധർമ്മങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് പുതിയ സൃഷ്ടിയാകാൻ കഴിയില്ല.
നിങ്ങൾക്ക് പണവും പ്രാപ്തിയും കഴിവും ഒക്കെ ഉള്ളപ്പോൾ ദൈവം നിങ്ങൾക്ക് നൽകുന്ന നന്മയിൽ നിന്ന് എല്ലാം നിങ്ങൾ ദാനധർമ്മം ചെയ്യണം, മറ്റുള്ളവരെ സഹായിക്കണം. അത് വേണ്ടെന്ന് ഒരിക്കലും വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. അത് നിങ്ങൾ ചെയ്യണം. അത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം കൂടെ ദൈവം. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ദൈവാനുരൂപമായി പുതിയ സൃഷ്ടിയായി മാറണം. അതിന് യേശുക്രിസ്തുവിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ എന്ന് വിശുദ്ധ തിരുവെഴുത്തമ്മെ പഠിപ്പിക്കുന്നതാണ്. പ്രൈസലോ. പഴയ മനുഷ്യനെ നിങ്ങൾ ഉപേക്ഷിച്ച് കളയണം. നിങ്ങളുടെ പഴയ മനുഷ്യൻ എന്ന് പറയുന്ന ജഡശരീരത്തിൽ വസിക്കുന്ന ജഡമയനായ മനുഷ്യനാണ്, പ്രാകൃതനായ മനുഷ്യനാണ്. അപ്പൊ ജഡത്തിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് ജഡീയ ജീവിതാഭിലാഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിനെ നീക്കിക്കളഞ്ഞിട്ട് ക്രിസ്തുവിലേക്ക് വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥമായ ആത്മീയനായി മാറുന്നത്. അപ്പൊ യഥാർത്ഥമായ ഒരു ആത്മീയനായി മാറണമെങ്കിൽ, ഒരു വിശുദ്ധനായി ജീവിക്കണമെങ്കിൽ, ദൈവരാജ്യത്തിന്റെ അവകാശിയായി മാറണമെങ്കിൽ നാം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വീണ്ടും ജനനം പ്രാപിക്കണം. രക്തക്ഷയം. പ്രൈസലോ. അപ്പനും അമ്മയ്ക്കും ജനിച്ചവരാണ് നിങ്ങൾ. ഭൂമിയില് നിങ്ങൾ ഓരോരുത്തരും അപ്പനും അമ്മയ്ക്കും ജനിച്ച നിങ്ങൾ ആ ജനനത്തിൽ നിന്ന്, നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും നിങ്ങൾ ജനിച്ച് നിങ്ങളുടെ ആ ജനനത്തിൽ നിന്ന് നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപത്തിന് പരിഹാരം വരുത്തി ശുദ്ധീകരണം വരുത്തി യേശു ക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിക്കണം. അത് വേദപുസ്തക നിയമമാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ കേട്ടോ. രക്തക്ഷയം. ഇവിടെ പൗലോസ് നമുക്ക് നൽകിത്തരുന്ന ശക്തമായ ഉപദേശം എന്ന് പറയുന്നത്, അതിൽ നിങ്ങളുടെ ഉള്ളിലെ ഹല്ലേലൂയ ആത്മാവ് സംബന്ധമായി, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിക്കണം. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും. ഇപ്പൊ സത്യത്തിന് എന്തുണ്ട്? 2 ഫലങ്ങളുണ്ട്. എന്താണ് സത്യത്തിന്റെ ഫലം? നീതിയും വിശുദ്ധിയും. അപ്പൊ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവാനാണ് പൗലോസ് എഫെസോ സഭയോട് പറയുന്ന ദൂത്. എഫെസോ സഭയോട് മാത്രമല്ല, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, വ്യക്തിപരമായി ദൈവം നിങ്ങളോടും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൂതാണ്, നിങ്ങൾ പുതിയ മനുഷ്യനെ ധരിക്കണമെന്ന്. രക്തക്ഷയം. അല്ലെങ്കിൽ നിങ്ങൾ പുതിയ മനുഷ്യനെ ധരിക്കുമ്പോൾ നിങ്ങളുടെ പഴയ മനുഷ്യൻ നിങ്ങളിൽ മരിക്കും. അല്ലെങ്കിൽ അതിനെ ഉരുകി കളയും. നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ നോട്ടം, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ പ്രവൃത്തികൾ, നിങ്ങളുടെ കൊടുക്കൽ, നിങ്ങളുടെ വാങ്ങൽ, നിങ്ങളുടെ നിരൂപണങ്ങളെല്ലാം ദൈവഹിതമായി മാറും. ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രം നിങ്ങൾ പ്രവർത്തിക്കുവാനും പറയുവാനും ഒക്കെ ചെയ്യും. തുടങ്ങും. പ്രൈസലോ. ഇവിടെ പൗലോസ് അല്ലെങ്കിൽ പുതിയ മനുഷ്യനെയും പഴയ മനുഷ്യനെയും തമ്മിൽ താരതമ്യം ചെയ്യുക. പ്രൈസലോ എന്ന് പറഞ്ഞാൽ ജാതികളുടെ അനേകമായ ദുഷിച്ച ആചാരങ്ങളെ മാറ്റിക്കളഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് വരുവാൻ പൗലോസ് ആജ്ഞാപിക്കുക. എഫെസോസിലെ ജനത്തിന്റെ പഴയ ആചാരങ്ങളെ കർമ്മങ്ങളെ ഒക്കെ മാറ്റിക്കളഞ്ഞിട്ട് നിങ്ങൾ പുതിയ മനുഷ്യനായി തീരണമെന്ന് എഫെസോസിലെ സഭയോട് പറയുക. പുതിയ ജീവിതത്തിലേക്ക് വരുവാൻ പൗലോസ് ആജ്ഞാപിക്കുക. നിങ്ങൾ പുതിയ ജീവിതത്തിലേക്ക് വരണമെന്ന് പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ ആജ്ഞാപിക്കുകയാണ്. പ്രൈസലോട്. ഹല്ലേലൂയ. ആ രാജ്യങ്ങളിൽ അന്ന് നിലവിലുണ്ടായിരുന്ന ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളും മനുഷ്യൻ വളരെയേറെ ആചരിച്ചും പോന്നിരുന്നു. പ്രൈസലോ. എന്നാൽ അതൊന്നും അവരുടെ ജീവിതത്തിന്റെ ശുദ്ധീകരണത്തിന് കാരണമായില്ല. അവർക്കൊരു പുതിയ മനുഷ്യനായി മാറാൻ കഴിഞ്ഞില്ല. ഇന്ന് ലോകം പഴയ മനുഷ്യന്റെ പടിയിൽ തന്നെ അമർന്നിരിക്കുകയാണ്. ഇന്നും സകല ലോകവും സകല സൃഷ്ടികളും എന്ന് പറയാൻ മനുഷ്യൻ അല്ലെങ്കിൽ പഴയ ലോകത്തിന്റെ പഴയ ജഡത്തിന്റെ അവസ്ഥയിൽ തന്നെ മനുഷ്യൻ ഇന്നുമായിരിക്കുക. അല്ലെങ്കിൽ സ്തോത്രം. പുതിയ മനുഷ്യനെ വേണ്ടാത്ത ഒരു സ്ഥിതിവിശേഷമാണ് പലയിടത്തും ഇന്നുള്ളത്. ഇത് പലർക്കും പുതിയ മനുഷ്യനെ വേണ്ട, പുതിയ മനുഷ്യനായി ജീവിക്കാൻ താല്പര്യമില്ല. അവർക്കെല്ലാം പഴയത്. കള്ളു കുടിക്കണം, വീടി വലിക്കണം, പെണ്ണ് പിടിക്കണം, പണമുണ്ടാക്കണം, കൈക്കൂലി വാങ്ങണം, കൊള്ളയടിക്കണം, തീവ്രവാദം ചെയ്യണം, അല്ലെങ്കിൽ ഭീകരവാദം ചെയ്യണം, വർഗീയത ബുദ്ധി ഉണ്ടാക്കണം, മതങ്ങൾ തമ്മിൽ അടിക്കണം, രാഷ്ട്രീയക്കാർ തമ്മിൽ അടിക്കണം, കുടുംബത്തിലടിക്കണം, ഭാര്യ ഭർത്താവ്, അങ്ങനെയൊക്കെ ആ പഴയ ജീവിതം തന്നെയാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അതാ ഇന്ന് അനേക ഭവനങ്ങളിൽ കണ്ടുവരുന്നത്. എന്നെ കേൾക്കുന്ന മാതാപിത, നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളുടെ കുടുംബത്തിലുള്ള പുതിയ മനുഷ്യരെ ധരിച്ച് ദൈവം വസിക്കുന്ന കുടുംബമായി മാറണം.
ദൈവം നിങ്ങളുടെ കുടുംബത്തിനകത്ത് വസിച്ചാൽ നിങ്ങളുടെ കുടുംബം എത്ര ഐശ്വര്യമായി, സന്തോഷമായി, സമാധാനമായി മാറും. അതിന് നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരും പുതിയ മനുഷ്യനെ തന്നെ ധരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് പുതിയ മനുഷ്യനെ ധരിക്കാൻ താല്പര്യമില്ലെങ്കിൽ സാത്താൻ നിങ്ങളെ വളരെ ശക്തമായി പ്രയോജനപ്പെടുത്തും. ഹല്ലേലൂയ. നിങ്ങൾ പുതിയ മനുഷ്യനെ ധരിക്കുകയാണെങ്കിൽ യേശുക്രിസ്തു നിങ്ങളെ ശക്തമായി പ്രയോജനപ്പെടുത്തും. നിങ്ങൾക്ക് ഏത് വേണം തിരഞ്ഞെടുക്കാം. പിശാചിന്റെ പിന്നാലെ പോകണോ അതോ ദൈവത്തെ അംഗീകരിക്കണോ, ദൈവസ്ഥനിൽ നിൽക്കണോ? ഹല്ലേലൂയ. പിശാചിന്റെ പിന്നാലെ പോയവരെല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട്. അവരൊന്നും ജീവിതത്തിൽ രക്ഷ പ്രാപിച്ചിട്ടില്ല. താൽക്കാലിക സുഖങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പിന്നത്തെ ഏതിൽ കണ്ണുനീരും ദുഃഖവും വലിയ അരാജകത്വം അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവസനിൽ പുതിയ മനുഷ്യനായി മാറിയവനൊക്കെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തിലെ കഷ്ടതകളും കഷ്ടപ്പാടുകൾക്കും എല്ലാം ദൈവം മാറ്റം കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ വളരെ കരുതലുള്ളവരായിരിക്കണം. ദൈവഭക്തന്മാർ, ദൈവജനം, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് കളഞ്ഞ് പുതിയ മനുഷ്യനായി തീർന്നിട്ടുള്ളവർ വളരെ കരുതലുള്ളവരായിരിക്കണം. ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ട് ഈ ശ്രോതാവിൽ നിങ്ങളുടെ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് നിങ്ങൾ പുതിയ മനുഷ്യനായി തീർന്നിട്ട് ആമീൻ ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി നിങ്ങളും നിങ്ങളുടെ കുടുംബം പ്രയോജനപ്പെടണമെന്ന് രക്തം ചെയ്യാം. ഹല്ലേലൂയ. ജീവിതത്തിൽ നല്ലൊരു അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങളുടെ കുടുംബം ഐശ്വര്യപൂർണമായി മാറണം. നിങ്ങളുടെ കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. യേശു വസിക്കുന്ന കുടുംബമായി മാറണം. ഹല്ലേലൂയ. നമ്മുടെ ഈ സുവിശേഷ പ്രവർത്തനമൊക്കെ ആയിട്ട് പല വീടുകളിൽ ചെല്ലുമ്പോൾ പല വീടിന്റെയും പേര് ശാലോം, ബേതേല്, രഹോബോത്ത് എന്നൊക്കെ കാണാം. അങ്ങനെ ഒന്നവധി പേരുകൾ. ഹല്ലേലൂയ. പിന്നെ ചില വീട്ടിൽ ചെല്ലും ക്രിസ്തു ഈ വീടിന്റെ നായകൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുടുംബത്തിനകത്തൊക്കെ കയറി ഇരുന്ന് സുവിശേഷം പറയാനായിട്ട് അവസരം തന്നിട്ടുണ്ട്. അവിടെ കയറി ഇരുന്ന് സുവിശേഷം പറഞ്ഞപ്പോഴാണ് ബേതേലെന്നും ശാലോമെന്നും രഹോബോത്തെന്നും ക്രിസ്തു ഈ വീടിന്റെ നായകൻ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് വെറും ബോർഡാണെന്ന് മനസ്സിലായി. വെറും ബോർഡ് വെച്ചിരിക്കാൻ എല്ലാവർക്കും കഴിയും. എന്തെല്ലാം പ്രസ്ഥാനങ്ങൾ വെറും ബോർഡ് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബിസിനസ് ഒന്നുമില്ല, കച്ചവടങ്ങളൊന്നുമില്ല, ചുമ്മാ വെറും ബോർഡേ ഉള്ളെന്ന്. അങ്ങനെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ നമുക്ക് കാണാം. ഇന്ന് പറഞ്ഞവരെ അനവധി ഭവനങ്ങളും ബോർഡ് വെച്ചുകൊണ്ട് ഇരിക്കുന്നവരുണ്ട്. ക്രിസ്തു ഈ വീടിന്റെ നായകൻ. ക്രിസ്തു ആ വീട്ടിലില്ല എന്നുള്ള യാഥാർത്ഥ്യം. ക്രിസ്തു ഈ വീടിന്റെ നായകൻ എന്ന് പറഞ്ഞ് വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ അപ്പൻ മദ്യപിച്ച് വെളിവ് കെട്ട്, മക്കൾ മദ്യപിച്ച് വെളിവ് വിട്ട് സുബോധമില്ലാതെ കിടക്കുക, ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹുക, അപ്പനും മക്കളും തമ്മിൽ അല്ലെ വലിയ പ്രശ്നമാണ്. അല്ലേ എന്തെല്ലാം പ്രശ്നങ്ങളാന്ന് നോക്കിയ എഴുതി വെച്ചിരിക്കുന്ന പേരെന്താണ്? വെറുതെ ദൈവത്തെ അപമാനിക്കരുത് കേട്ടോ, ദൈവത്തെ കളിയാക്കരുത്. ആമേലല്ലേ. ക്രിസ്തു ഈ വീടിന്റെ നായകൻ എന്ന് പറഞ്ഞാൽ അത് വീണ്ടും ജനിച്ചവൻ, പുതിയ മനുഷ്യനെ ധരിച്ചവൻ, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടവരെ ഭവനമാണ്. ആമേലലിയ ഭവനത്തിലാണ് എഴുതി വെക്കേണ്ടത് ക്രിസ്തു ഈ വീടിന്റെ നായകൻ. അവന്റെ വീടിനാണ് ബേതേലെന്നും അല്ലെ രഹോബോത്തെന്നും ശാലോമെന്നും ഒക്കെ എഴുതേണ്ടത്. അല്ലേ ഏലിയ. അല്ല വെറുതെ ഇട്ട് നിങ്ങൾ കർത്താവിനെ കളിയാക്കരുത് കേട്ടോ, രക്തം ചെയ്യും. ഇവിടെ ദൈവങ്ങൾ വളരെ കരുതലുള്ളവരായിരിക്കണം. ദുഷ്ടത നിറഞ്ഞ നിങ്ങളുടെ പഴയ മനുഷ്യന്റെ പ്രകൃതികളെ മാറ്റി നിങ്ങളുടെ ദുഷ്ടത നിറഞ്ഞ പഴയ മനുഷ്യന്റെ പ്രകൃതികളെ മാറ്റിയിട്ട് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവമകനായി നിങ്ങൾ ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യാം. ഹല്ലേലൂയ. നിങ്ങളുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് നിങ്ങളെ പുതിയ മനുഷ്യനാക്കി കർത്താവായ യേശുക്രിസ്തുവിന്റെ പുതുജീവൻ പ്രാപിച്ച് നിങ്ങളെ നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. നിത്യതയിൽ നിങ്ങൾക്ക് വാസസ്ഥലം, നിത്യതയിൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ വേണ്ടിയാണ് പിതാവായ ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് തന്നെ. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തുവിനെ മാത്രമേ ഒരു പുതിയ മനുഷ്യനാക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തെ ഹല്ലേലൂയ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ സകല മലിന വസ്ത്രവും മാറി, മലിനപ്പെട്ടതെല്ലാം നീങ്ങി. ഹല്ലേലൂയ. നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം ഹല്ലേലൂയ ദൈവത്തെ ആരാധിപ്പാൻ. പഴയ വസ്ത്രം എന്ന് പറഞ്ഞാൽ ആ കറപിടിച്ച ചെളി പുരണ്ട വസ്ത്രം, പാപത്തിന്റെ കറപിടിച്ച വസ്ത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ജഡികമായ ജീവിതം നയിച്ച് ദൈവത്തിന് കടന്നു രൂപം കഴിയാതെ വണ്ണം പാപത്തിന്റെ വസ്ത്രത്തെ നീക്കിക്കളഞ്ഞിട്ട്
നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് രക്ഷയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട്, ലേലിയ തേജസ്സിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട്, ഉത്സവ വസ്ത്രം ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നീതിയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട്, വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട്, കല്യാണ വസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. ഞാൻ ഇന്നലെ ആ വസ്ത്രങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. അല്ലേലി വീണ്ടും വീണ്ടും നിങ്ങളെ വിശുദ്ധിയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന കർത്താവ് വരാൻ സമയമായതുകൊണ്ടാണ്. അല്ലേലിയ നമ്മുടെ കർത്താവ് വരാൻ സമയമായി. യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വരാൻ സമയമായതുകൊണ്ട് വിശുദ്ധിയെ കുറിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന നിങ്ങൾ വിശുദ്ധിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. രക്തം ചെയ്യും. അപ്പൊ പൗലോസ് പറയുന്നത്, നിങ്ങൾ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ കർത്താവിന് പ്രസാദമുള്ളത് ചെയ്ത്, ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്ത്, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ളവരായിരിക്കണം. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ളവരായിരിക്കണം. രക്തം ചെയ്യും. അല്ലെങ്കിൽ കാലം ഇനി അധികമില്ല കേട്ടോ. അധികം കാലങ്ങളില്ല, അധികം നാളുകൾ നമുക്കിവിടെ ജീവിക്കാനില്ല. നാളെ ഒരു ദിവസം കിട്ടുമെന്നൊക്കെ പറയാൻ കഴിയില്ല. നേരം വെളുത്ത് സൂര്യൻ ഉദിച്ച് കാണുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പ്രഭാതത്തിൽ മനുഷ്യനെ കണ്ട് എഴുന്നേക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ കിടക്കുന്ന കിടപ്പിൽ നിന്ന് എഴുന്നേക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥിതി മാറി. അതുകൊണ്ട് നീ ഒരു പാപിയായി മരിക്കരുത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ ഭൂമി സുഖലോലുപ ജീവിതം നയിച്ച് ഇഷ്ടംപോലെ കോടാനുകോടി രൂപയുടെ അധിപനാക്കിയായി ജീവിച്ച് കോടിപതി എന്നുള്ള കോടീശ്വരൻ എന്നുള്ള പേരുമൊക്കെ എടുത്ത് ഉന്നത സ്ഥാനമാന പദവികളൊക്കെ അലങ്കരിച്ച് ഈ ഭൂമി നീ ജീവിച്ചൊരു പാപിയായി നീ മരിക്കരുത്. അല്ലേ? ഒരു പാപിയായി നീ മരിച്ചാൽ നിന്റെ നിത്യത എന്ന് പറയാൻ നരകത്തിലാണ്. അല്ലേ? അതേ സമയത്ത് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് നീ ഭൂമി ജീവിക്കുമ്പോൾ നിന്റെ മരണാനന്തരം നിനക്ക് നിത്യതയിൽ ദൈവസന്നിധിയിൽ ചെന്നെത്താൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. മതങ്ങൾ പഠിപ്പിക്കും, സംഘടനകൾ പഠിപ്പിക്കും, ഉപദേശങ്ങളൊക്കെ പഠിപ്പിക്കും. എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, മരിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമെന്നൊക്കെ പലരും പറയും. നിങ്ങൾ എങ്ങനെയും ജീവിച്ചു, കള്ളു കുടിച്ചോ എങ്കിൽ പള്ളിയിലേക്ക് പോരെ, വീടി മരിച്ചോ എങ്കിൽ പള്ളിയിലേക്ക് പോരെ, തോന്നിവാസം ജീവിച്ചു വന്നിട്ടെങ്കിൽ പോരെ, നിങ്ങളെല്ലാം സ്വർഗത്തിൽ ചെല്ലും എന്നൊക്കെ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഉപദേശങ്ങളൊക്കെ ഉണ്ട്. അല്ലേ? ആ ഉപദേശമൊക്കെ കാറ്റിൽ പറത്തി വിടുന്നത് പോലെ. അല്ലേ? പൗലോസ് അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ പഴയ മനുഷ്യനെ നിങ്ങൾ ഉപേക്ഷിച്ച് കളയണം. നിങ്ങളിലുള്ള പഴയ മനുഷ്യനെ, ദുഷ്ട മനുഷ്യനെ, ജഡിക മനുഷ്യനെ, പ്രാകൃത മനുഷ്യനെ, പാപ സ്വഭാവത്താൽ നിറയപ്പെട്ടവനെ, അശുദ്ധി നിറഞ്ഞ നിങ്ങളുടെ ഹൃദയമുള്ള ആ മനുഷ്യനെ നിങ്ങൾ ഉരിഞ്ഞു കളഞ്ഞിട്ട്, അല്ലേലിയ, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കണമെന്ന് എഫെസോസ് സഭയോട് പറയുന്ന ദൂത നിങ്ങളോട് പറയുന്ന ദൂത. അല്ലേരിയ, ഇന്നത്തെ തലമുറയോട് പറയുന്ന ദൂത. അപ്പൊ തലമുറയോട് പറയുന്ന ദൂതാണെന്ന് പറയുമ്പോൾ വാർദ്ധക്യത്തിലുള്ള ഞങ്ങളോടല്ല, നിങ്ങളോടും കൂടാ കേട്ടോ, എല്ലാവരോടും കൂടാ പൗലോസ് പറയുന്നത്. അല്ല, ഇത് പൗലോസ് ആജ്ഞാപിക്കുക അവരോട്. പൗലോസ് ആജ്ഞാപിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗലോസിനോട് പറയിപ്പിക്കുക. അല്ലേരിയ, പഴയ മനുഷ്യൻ ജഡിയനാ. പഴയ മനുഷ്യൻ, നിങ്ങളുടെ ഉള്ളിലെ പഴയ മനുഷ്യൻ ജഡിയ മനുഷ്യനാ. അല്ലേരിയ, നാശം വരുത്തുന്ന ഇച്ഛകളാൽ നിറഞ്ഞവനാ നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നാശം വരുത്തവനായി, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന മേഖലയിലെല്ലാം നാശം വരുത്തുന്ന, നാശം വിതയ്ക്കുന്ന ജഡിയ മനുഷ്യനാണ് നിങ്ങളുടെ പഴയ മനുഷ്യൻ. ആദാമിന്റെ സ്വഭാവമുള്ളവരും സാത്താനാൽ വഴി നടത്തപ്പെടുന്നവരും തന്നെയാണ് പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. ആദാമിന്റെ സ്വഭാവമുള്ളവനാ. ലേലിയ, ദൈവത്തെ അനുസരിക്കാത്തവൻ, ദൈവകൽപ്പന അനുസരിക്കാത്തവൻ, പ്രമാണം അനുസരിക്കാത്തവൻ, തേജസ് നഷ്ടപ്പെട്ടവൻ, തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടവൻ, ദൈവമായി കൂട്ടായ്മയില്ലാത്തവൻ. അല്ലേലിയ, അല്ലെങ്കിൽ ഏതൻ തോട്ടത്തിൽ പുറത്താക്കപ്പെട്ടവൻ. നിങ്ങളുടെ പഴയ മനുഷ്യൻ പറഞ്ഞാൽ ആദാമിനെ പോലെ സാത്താനാൽ വഴി നടത്തപ്പെടുന്നവനാ നിങ്ങൾ. അല്ലെങ്കിൽ എന്നാൽ കർത്താവ് നിങ്ങളുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞു. അല്ലേലിയ, യേശു കർത്താവ് നിങ്ങളുടെ ആദാമ്യ മനുഷ്യന്റെ അവരുടെ സ്വഭാവത്തെ ഉരിഞ്ഞു കളഞ്ഞിട്ട് നിങ്ങളെ പുതിയ മനുഷ്യനാക്കി മാറ്റി. എന്താ നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയാന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഞാൻ പറയട്ടെ, ഞാൻ ചെറിയ ഉദാഹരണം, നിങ്ങൾക്കൊക്കെ അത് ബോധ്യമാകും. അല്ലേലിയ, നിങ്ങൾ ഒരു ദിവസം യാത്ര ചെയ്യാൻ പ്രഭാതത്തിൽ നല്ല അലക്കി തേച്ച ഉടുപ്പൊക്കെ ഇട്ട് നിങ്ങൾ യാത്ര ചെയ്ത് പോയി മടങ്ങി വരുമ്പോഴത്തേനും നിങ്ങളുടെ പകലത്തെ യാത്ര മുഖാന്തരം നിങ്ങളുടെ ശരീരത്തിന്റെ ക്ഷീണവും വിയർപ്പും കൊണ്ടൊക്കെ ആ വസ്ത്രം പിന്നെ ഉപയോഗിക്കാൻ പറ്റാതെ വരും.
അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? രാവിലെ ധരിച്ച ആ വസ്ത്രത്തെ നിങ്ങൾ ഉരിഞ്ഞു കളഞ്ഞിട്ട് പിന്നെ നിങ്ങൾ പുതിയ വസ്ത്രം ധരിക്കും. അല്ലേ? ആ പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പിന്നെ നിങ്ങൾ അടുത്ത യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത്. എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ഉള്ളിലെ പഴയ മനുഷ്യനെ, ആ ദുർഗന്ധമുള്ള മനുഷ്യനെ നിങ്ങൾ ഉരിഞ്ഞു കളയണം. ആദാമിൽ കൂടി സംഭവിച്ച ആദാമ്യ പാപം മുഖാന്തരം മനുഷ്യന്റെ ജീവിതം ദുർഗന്ധമായി മാറി. അവന് ദൈവമായി യാതൊരു കൂട്ടായ്മയില്ല, ദൈവമായി യാതൊരു ബന്ധവുമില്ല, ദൈവമായിട്ട് യാതൊരു സംസർഗവുമില്ല. അവന്റെ ബന്ധം മുഴുവൻ പിശാചിനോടാണ്. ആദാം ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ സാത്താന്റെ വാക്ക് കേട്ടു, ഔവയും. അത് മുഖാന്തരം സാത്താന്റെ ചതിയിൽ അകപ്പെട്ട് ദൈവരാജ്യം ഏതൻ പർദീസ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അല്ലേ? ആ നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ അലഞ്ഞു തിരിഞ്ഞ് പിന്നീട് അവന്റെ ജീവിതത്തിലുണ്ടായ ശാപവും പാപവും, പിന്നീട് അവനിലുണ്ടായ സന്തതികൾ മുഴുവൻ തലമുറയായിട്ട് ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആദാമിന്റെ സ്വഭാവത്തിലുണ്ടായ നിങ്ങളുടെ ഉള്ളിലെ ദുഷ്ട മനുഷ്യനെ, അഹങ്കാരമുള്ള നികളമുള്ള ചെടിക, ആ മനുഷ്യനെ നിങ്ങൾ ഉരിഞ്ഞു കളയണം. എന്നിട്ട് പുതിയ മനുഷ്യനെ ധരിക്കണം. മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഇരുന്ന് ചിന്തിക്കുക. അല്ലേ? അപ്പൊ ആദാമിൽ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ആ പാപത്തിന്റെ കറകളെ നീക്കുവാൻ ഈ ഭൂമിയിലെ ഒരു പ്രമാണങ്ങൾക്കും ന്യായപ്രമാണങ്ങൾക്കും ഒരു യാഗങ്ങൾക്കും വഴിപാടുകൾക്കും കഴിയുമായിരുന്നില്ല. അല്ലേ? ആദാമ്യ പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ വേണ്ടി മനുഷ്യൻ പലവിധമായ കൃത്രിമ പ്രവൃത്തികളും ചെയ്തു നോക്കി. പക്ഷെ പ്രയോജനമൊന്നും ഉണ്ടായില്ല. രക്തം ചെയ്യും. എന്നാൽ പിതാവായി ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ ആദാമ്യ പാപത്തെ നീക്കിക്കളഞ്ഞ് നമ്മളിൽ പുതിയ മനുഷ്യൻ വരത്തക്ക വിധത്തിൽ നാം പുതിയ മനുഷ്യനാകത്തക്ക നിലയിൽ യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ പരമയാഗമായി മാറി. അല്ലേ? യേശുക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മാറി. അവന്റെ അവസാന തുള്ളി രക്തം വരെ തന്ന് അവൻ നമുക്ക് വേണ്ടി ജീവൻ തന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അല്ലേ? അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് നിങ്ങൾ ഈ കൊരിന്ത്യലേഖനം 6:19-20 വായിച്ചെന്ന് കാണാൻ കഴിയും. പ്രൈസറോ. നിങ്ങൾ പുതിയ മനുഷ്യനെ ധരിക്കണം കേട്ടോ. ആദാമിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ആ പഴയ നികൃഷ്ട ദുഷ്ടനായ മനുഷ്യനെ നിങ്ങൾ ഉപേക്ഷിച്ച് കളയണം. ഹല്ലേലൂയ. നിങ്ങൾ ജീവിതത്തിൽ ഗുണപ്പെടണം. ഹല്ലേലൂയ. കർത്താവിന്റെ വരവെങ്കിൽ നിങ്ങൾ എടുക്കപ്പെടണം. ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതണം. നിങ്ങളുടെ കുടുംബം സമാധാന കുടുംബമായി മാറണം. നിങ്ങളുടെ കുടുംബം സന്തോഷമുള്ള കുടുംബമായി മാറണം. നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ആരാധനയും സ്തുതി സ്തോത്രങ്ങൾ ഉയരണം. അല്ലേ? അസഭ്യ വാക്കുകൾ പറഞ്ഞ് ഒട്ടച്ചൊല്ലും കളിവാക്കും ചീത്തത്തരങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ സമയത്തെ നഷ്ടപ്പെടുത്തി കളയാതെ, നിങ്ങളുടെ ഭവനത്തിനകത്ത് ലോകത്തിന്റെ വെറുക്കൂത്തുകളെല്ലാം ഇരുന്ന് ഈ ടിവിയിലൂടെ നിങ്ങൾ കാണാതെ, ദൈവത്തെ കളിയാക്കുന്നതും പരിശുദ്ധാത്മാവിനെ കളിയാക്കുന്നതും അന്യഭാഷയെ കളിയാക്കുന്നതുമായ മ്ലേച്ഛ കോമഡികൾ, ഹല്ലേലൂയ, അതുപോലെയുള്ള എല്ലാ വെറുക്കൂത്തുകളിൽ നിങ്ങൾ മോചനം പ്രാപിക്കണം. നിങ്ങളുടെ ഉള്ളിൽ പാപം കിടക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ പാപമനുഷ്യൻ ആദാമിന്റെ ആ സ്വഭാവം കിടക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ദൈവവചനം അനുസരിക്കാതെ പോകുന്നത്. അതിനെ നിങ്ങൾ ആദാമിയ മനുഷ്യനെ നിങ്ങളുടെ ഉള്ളിൽ നീക്കിക്കളഞ്ഞിട്ട് നിങ്ങൾ പുതിയ മനുഷ്യനായി തീരണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു, ഒരുത്തൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാത് പുതിയതായി തീർന്നിരിക്കുന്നു. അതിനും ദൈവം തന്നെ കാരണഭൂതൻ എന്ന് പറഞ്ഞത് കൊരിന്ത്യ സഭയോട് പറഞ്ഞതാ. കൊരിന്ത്യന്റെ സ്വഭാവം നിങ്ങൾക്കറിയാവും. അല്ലേ? പറഞ്ഞ് വിശദീകരിക്കാൻ സമയമില്ല. കൊരിന്ത്യന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വെറും നികൃഷ്ടമായ സ്വഭാവമായിരുന്നു. അല്ലേ? അങ്ങനെയുള്ള ആ എഫെസോസിലും കൊരിന്തിലും ഒക്കെ ദൈവം പറയുന്നത്, കൊരിന്ത്യരോട് പറഞ്ഞ് നിങ്ങൾ പുതിയ മനുഷ്യനാകണമെന്ന്. എഫെസോസുകാരോട് പറയാൻ നിങ്ങൾ ദൈവാനുരൂപമായി പുതിയ മനുഷ്യനെ ധരിക്കണം. നമ്മളോടും ദൈവാത്മാവ് പറയുന്നത് നിങ്ങളെ കൊരിന്ത്യരുടെ സ്വഭാവമൊക്കെ വിട്ടിട്ട്, അല്ലേ, ആ എഫെസോസുകാരുടെയൊക്കെ സ്വഭാവം വിട്ടിട്ട്, അല്ലേ, നിങ്ങൾ എന്നിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടും ജന്മം പ്രാപിക്കണമെന്ന് യേശു പറയുന്നേ. രക്തം ചെയ്യും. ഇന്ന് പകരം ഈ വചനം കേൾക്കുന്ന മാതാവേ, പിതാവേ, നിത്യതയിൽ എത്തണമെന്ന് താല്പര്യമുണ്ടോ? ദൈവരാജ്യത്തിൽ എത്തണമെന്ന് താല്പര്യമുണ്ടോ? നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. ഈ ലോകം പാപം കൊണ്ട് നിറയപ്പെട്ടതാ, ശാപം കൊണ്ട് നിറയപ്പെട്ടതാ. നിങ്ങളുടെ കുടുംബത്തിൽ പാപമുണ്ട്, പാപത്തിൽ വസിക്കുന്നവരുണ്ട്, പാപത്തിൽ ജീവിക്കുന്നവരുണ്ട്. നിങ്ങൾ പറയും ഞങ്ങളുടെ കുടുംബം വളരെ ദൈവഭയമുള്ളതാണ്, ഞങ്ങൾ വളരെ അച്ചടക്കത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും ഒക്കെയാണ് ജീവിക്കുന്നതെന്ന് നിങ്ങൾ പറയും.
ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ കള്ളു കുടിക്കുന്നവൻ കാണത്തില്ല, പെണ്ണ് പിടിക്കുന്നവൻ കാണത്തില്ല, ആമേൻ, അല്ലെങ്കിൽ സ്വോത്രം, ആമേൻ, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്നവൻ കാണത്തില്ല, ക്രിമിനൽ കേസിൽ അകപ്പെട്ടവൻ കാണത്തില്ല. നിങ്ങളുടെ കുടുംബത്തിലുള്ള നല്ല ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരും നല്ല ഉപകാരങ്ങൾ ചെയ്യും, ജനത്തിൽ നല്ല പ്രീതി പിടിച്ചു പറ്റിയവനും ജനസമ്മതനും ഒക്കെ ആയിരിക്കും നിങ്ങൾ. ഒരുപക്ഷെ നിങ്ങൾ ജനപ്രിയ നായകന്മാരെ പോലെ നിങ്ങളൊക്കെ ആയേക്കാം. പക്ഷെ നിങ്ങൾ എന്തായിരുന്നാലും വേദപുസ്തകം പറയുക, നിന്റെ ആദാമ്യ പാപം കിടക്കുന്നു. ലോകം നിന്നെ പുകഴ്ത്തി പറഞ്ഞാലും ലോകം നിന്നെ ഉയർത്തിപ്പിടിച്ചാലും അല്ലൊരിയ ആമൻ ജനപ്രിയ നായകനാണ്, ജനപ്രിയ നായികയാണെന്നൊക്കെ നിന്നെ ലോകം ഉയർത്തിയാലും എന്റെ കർത്താവ് പറയുകയാണ്, ആദാമിലൂടെ നിന്നിലുണ്ടായ പാപം മുഖാന്തരം നിന്റെ ഉള്ളിൽ വസിക്കുന്ന മനുഷ്യൻ അഹങ്കാരിയ, പാപിയ, നികൃഷ്ടന, അല്ലേറിയ, ജഡികന, പ്രാകൃതന. അത് വിട്ടിട്ട് നീ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണമെന്ന്, സുവിശേഷത്താൽ നീ വീണ്ടും ജന്മം പ്രാപിക്കണമെന്ന് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിലൂടെ നീ വീണ്ടും ജന്മം പ്രാപിക്കണം, പുതിയ മനുഷ്യനെ. അതാണ് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലം നീതിയിലും വിശുദ്ധിയിലും അല്ലേറിയ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചു കൊള്ളണമെന്ന്. അല്ലേ, ഈ സുവിശേഷമാണ്, ഈ സത്യമാണ് ഞങ്ങൾ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത്. എന്നെ പോലെയുള്ള ആയിരക്കണക്കിന് വിശുദ്ധന്മാർ അല്ലെ വിവിധ വേദികളിൽ, പൊതുവേദികളില്, ഞങ്ങൾ സഭകളിലൊക്കെ ഇതാ വിളിച്ചു പറയുന്നത്. ലേലിയ സ്തോത്രം. ഞങ്ങൾ പറയും, ഞങ്ങളുടെ സഭയിലേക്ക് നീ കള്ളു കുടിച്ചിട്ട് വരരുത്, നീ മദ്യപിച്ചിട്ട് വരരുത്, പുകവലിച്ചിട്ട് വരരുത്, പാൻ മസാല, തുളസിപ്പാക്കൊക്കെ തിന്നിട്ട് നീ വരരുത്, MDMA പോലുള്ള മയക്കുമരുന്ന് നീ തിന്നിട്ട് ഉപയോഗിച്ചിട്ട് നീ വരരുത്, അസന്മാർഗമായ ജീവിതം നയിച്ചിട്ട് നീ ഇങ്ങോട്ട് വരരുത് എന്നൊക്കെ ഞങ്ങൾ പരസ്യമായിട്ട് നിങ്ങളുടെ സഭയ്ക്ക് ശക്തമായ ഉപദേശം കൊടുക്കും. അല്ലേരിയ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ വേണമെങ്കിൽ പുതിയ മനുഷ്യൻ ധരിക്കണം. എന്നാൽ ചിലരൊക്കെ പറയും, നിങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ലെങ്കിൽ പോരെ, എന്ത് ചെയ്താലും കുഴപ്പമില്ലെങ്കിൽ പോരെ, വന്ന് നിന്ന് തിന്ന് കുടിച്ചങ്ങ് പൊക്കോ. അല്ലേരിയ. എന്നെ കേൾക്കുന്ന വന്ന് നിന്ന് തിന്ന് കുടിച്ചൊക്കെ പോകുന്നവരോട് ഞാൻ പറയട്ടെ, ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. ദൈവരാജ്യത്തിൽ ചെല്ലുകയില്ല, ദൈവരാജ്യത്തിൽ ചെല്ലുകയേ ഇല്ല. നിങ്ങൾ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ജീവിതം ഒന്ന് മാത്രമാണ്, ഒരിക്കൽ മാത്രമാണ്. അതിന് ദിനം സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് നീ കർത്താവായ യേശുക്രിസ്തുവിലൂടെ യാത്ര ചെയ്യണം. നിന്റെ ജീവിതത്തിന്റെ അവസാനം നിനക്ക് നിത്യതയിലെത്തണമെങ്കിൽ യേശുക്രിസ്തു എന്ന ഏക മാർഗത്തിലൂടെ കഴിയുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 14:6 പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. മറ്റൊരാൾക്കും ഇനി അവകാശപ്പെടാൻ കഴിയില്ല. ഈ ലോകത്തിൽ ഒരു വ്യക്തികൾക്കും ഓരോ അവതാരങ്ങൾക്കും ഇനി പറയാൻ പറ്റത്തില്ല ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന്. അത് പറഞ്ഞവൻ യേശുക്രിസ്തുവാണ്. എന്നിട്ട് യേശു പറയും, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിൽ എത്തുകയില്ലെന്നാണ്. അത് യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ സന്നിധിയിൽ ദൈവരാജ്യത്തിലെത്തുവാൻ കഴിയില്ല. ഈ പ്രമാണത്തെ ഒന്ന് മാറ്റി എഴുതുവാൻ ഇവിടുത്തെ ഒരു മതങ്ങൾക്കും കഴിയില്ല, ഒരു എഴുത്തുകാരനും കഴിയില്ല. മാറ്റി എഴുതാൻ ആർക്കും കഴിയുന്നത് ദൈവത്തിന്റെ ആത്മാവിനാൽ നമുക്ക് സ്ഥിരമായിട്ട് ഉറപ്പിച്ചു തന്ന വചനമാണ്. ആകാശവും ഭൂമിയും മാറിപ്പോകേണ്ട വചനങ്ങൾക്ക് ഒരു മാറ്റവുമില്ലെന്ന് തിരുവെഴുത്ത് വായിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദരൻ, നിന്റെ ജഡിക മനുഷ്യനെ ഇന്ന് പകൽ ഉരിഞ്ഞു കളഞ്ഞിട്ട് നീ പുതിയ മനുഷ്യനായി മാറണം. രക്തം ചെയ്യാം. നിങ്ങളൊരു പുതിയ മനുഷ്യനായി തീരുന്നത് കാണാൻ സ്വർഗം കാത്തിരിക്കുക. നിങ്ങളുടെ പാപം നിറഞ്ഞ മനുഷ്യനെ നിങ്ങൾ ഉപേക്ഷിച്ചു കഴിഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് ദൈവാനുരൂപമായി പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുമ്പോൾ സ്വർഗത്തിൽ ദൂതന്മാരും കെരുബുകളും സാറാബുകളും കോടാനുകൂടി വിശുദ്ധന്മാരും പിതാപുത്ര പരിശുദ്ധന്മാരും സ്വർഗത്തിൽ സന്തോഷിക്കുക. ഒരു പാപിയുടെ മാനസാന്തരം. അല്ലേലൂയ. നിങ്ങളൊരു പാപിയായ മനുഷ്യനാകട്ടോ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങളൊരു പാപിയായ മനുഷ്യനാണ്. നിങ്ങളുടെ ഉള്ളിൽ പാപമുണ്ട്. നിങ്ങൾ പറയും എനിക്ക് പാപമില്ലെന്ന് പറയും. നിങ്ങൾക്ക് പാപമില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ കള്ളനാകുന്നു എന്നാണ്. നിങ്ങൾ യോഹന്നാന്റെ ലേഖനം വായിച്ചറിയാം. യോഹന്നാന്റെ ലേഖനം വായിക്കും, 1 യോഹന്നാന്റെ ലേഖനം കൂടെ വായിക്കും. നിങ്ങൾ ഈ പാപമില്ല എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ നിങ്ങൾ കള്ളനാകുന്നു. വേദപുസ്തകം പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. അതെ, പാപമുള്ളവനാ മനുഷ്യൻ, പാപിയാ മനുഷ്യൻ. ആദാമിലുണ്ടായ പാപം മുഖാന്തരം മനുഷ്യ ജീവിതം ദുർഗന്ധം വമിച്ച് കിടക്കിയ നാറ്റം. അല്ലേലിയ. ആ അഴുക്കിനെ കഴുകിക്കളയുവാൻ യേശുക്രിസ്തുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയുള്ളൂ.
ഞാൻ പറയുന്ന ഉപദേശം വേദപുസ്തകത്തിലുള്ള ഉപദേശമാണ് പറയുന്നത് കേട്ടോ. ഞാൻ സ്വന്തമായി സൃഷ്ടിച്ചെടുത്തത് സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നു എന്നല്ല, കേട്ടുപിടിച്ചതും എന്നും അല്ല, കോപ്പിയടിച്ചതൊന്നും അല്ല. വേദപുസ്തകം വായിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയതാ. മാത്രമല്ല, ആദാമിയ പാപത്താൽ ജീവിച്ച് ഒരു പഴയ മനുഷ്യൻ, ജഡിക മനുഷ്യൻ, പ്രാകൃത മനുഷ്യൻ, ദുർഗന്ധം വമിക്കുന്ന മനുഷ്യനായിരുന്നു ഞാൻ. ആദാമിൽ നിറഞ്ഞ പാപം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അന്ന് ഞാനും പള്ളിയിൽ പോകുമായിരുന്നു, ഞാൻ പള്ളിയിൽ പോകുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ആദാമിനുള്ള പാപം, ആദാമി മനുഷ്യൻ എന്നെ ഇത് ജീവിപ്പിച്ചുകൊണ്ടിരുന്നേ. എന്നാൽ എന്റെ ഉള്ളിലെ പാപത്തെ കുറിച്ച് എനിക്ക് ബോധ്യം വന്നപ്പം, എന്നെ ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധൻ ബോധ്യമാക്കി തന്നപ്പോൾ, എന്റെ ഉള്ളിലെ ആ ദുർഗന്ധം വമിക്കുന്ന മനുഷ്യനെ, ആദാമിയ മനുഷ്യനെ, ആ പാപം നിറഞ്ഞ മനുഷ്യനെ ഞാൻ പുറത്തിറങ്ങി കളഞ്ഞു, ഞാൻ ഉരിഞ്ഞു കളഞ്ഞു. എന്നിട്ട് സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് ഞാനിത് ദൈവരാജ്യത്തിന്റെ അവകാശിയായി നിൽക്കുക. അബ്ബാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ ദൈവം എനിക്ക് തന്ന് എന്നെ ഭൂമിയിൽ പരിശുദ്ധാത്മാവ് നിറച്ച് ഇവിടെ നിർത്തിയിരിക്കുക. ഞാനതുകൊണ്ട് ഈ വചനം വിളിച്ചു പറയുന്നത്, ഞാൻ അഭിമാനത്തോടെ വിളിച്ചു പറയുന്നത്. അല്ലേലൂയ. അത് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ശാപവും പാപവും പെരുകുന്നു. നിങ്ങളുടെ കുടുംബ കഷ്ടത കൊണ്ട് നിറയുന്നു, പ്രതിസന്ധികൾ കൊണ്ട് നിറയുന്നു. ഹല്ലേലൂയ. ആദാം പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭൂമിയെ ദൈവം ശപിച്ചു മുള്ളും പറക്കാനെയും ഇങ്ങോട്ട് നിറച്ചതുപോലെ നിങ്ങൾ പാപം ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മുള്ളും പറക്കാനെയും പോലുള്ള പ്രതിസന്ധികൾ നിങ്ങളുടെ നേരെ കടന്നു വരും. നിങ്ങൾക്ക് വേദനയ്ക്കും നൊമ്പരപ്പെടും, നിങ്ങൾക്ക് സമാധാനത്തിന്റെ സ്വസ്ഥതയില്ല. നിങ്ങൾ ഇന്നും പരക്കം പായില്ല. ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കാൻ വേണ്ടി, നന്മ പ്രാപിക്കാൻ വേണ്ടി, അനുഗ്രഹം മാറാൻ വേണ്ടി, ശാപം മാറാൻ വേണ്ടി, പാപം മാറാൻ വേണ്ടി, ബന്ധനങ്ങൾ വിടുവിക്കപ്പെടുവാൻ, കെട്ടുകളിൽ നിന്ന് വിടുതല പ്രാപിക്കാൻ വേണ്ടി നിങ്ങൾ ഉലകം ചുറ്റി നടക്കുക. അല്ലേലിയ. എത്ര കാലമായി ഉലകം ചുറ്റി നടക്കാൻ തുടങ്ങിയിട്ട് എവിടെയെല്ലാം കൊണ്ട് നേർച്ച കാഴ്ചകളൊക്കെ ചെയ്തു, എവിടെല്ലാം കൊണ്ട് പണങ്ങൾ ചെലവഴിച്ച്, ഇന്നും എവിടെയെങ്കിലും നിങ്ങൾക്ക് വിടുതൽ കിട്ടിയോ? എവിടെല്ലാം നിങ്ങൾ ശാപം മുറിക്കാൻ പോയി? അല്ലേലിയ. നിങ്ങൾ ശാപം മുറിച്ചിട്ട് നിങ്ങളുടെ പാപത്തിന് പരിഹാരം വന്നോ? വീട്ടിൽ ശാപം മുറിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾ ഓടുവല്ലേ? അല്ലേലിയ. അവിടെ അങ്ങ് കൊട്ടാരക്കര ശാപം മുറിക്കുന്നു, അങ്ങ് തിരുവനന്തപുരത്ത് ശാപം മുറിക്കുന്നു, അങ്ങ് എറണാകുളത്ത് ശാപം മുറിക്കുന്നു, അങ്ങ് തൃശ്ശൂര് ശാപം മുറിക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഓട്ടമാണ്. എത്ര കാലമായി ഓട്ടാൻ തുടങ്ങിയിട്ട് എത്ര രൂപ ചെലവഴിച്ചു? ഇന്ന് വരെ നിങ്ങളുടെ ശാപം മുറിഞ്ഞ് കിട്ടിയോ? കിട്ടിയില്ല. എന്തുകൊണ്ടാ? നിന്റെ ശാപത്തെ നിന്റെ ശാപത്തെ നീക്കുവാൻ ഈ ലോകത്തിനൊരു മനുഷ്യൻ കഴിയില്ല. മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടത് നമ്മൾ ഗലാത്യ ലേഖനം വലിയ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. നിന്റെ പാപത്തിന് വേണ്ടി അല്ലുരിയ ശാപമായി തീർന്നത് യേശുക്രിസ്തുവാ. നീ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ, കർത്താവായ യേശുക്രിസ്തുവിനെ നീ വീണ്ടും ജന്മം പ്രാപിച്ച് പുതുമനുഷ്യൻ ധരിക്കുമ്പോൾ നിന്റെ ശാപത്തെ യേശു മാറ്റിത്തരും. മനുഷ്യന് മാറ്റാൻ കഴിയത്തില്ല. വെറുതെ നിന്റെ അധ്വാന ഫലം കൊണ്ട് നീ അവിടെ ഇവിടെ ചെലവഴിക്കരുത് കേട്ടോ. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ശാപം മുറിക്കുന്നു പറഞ്ഞ് നിന്റെ പണം കൊണ്ട് അവിടെ ഇവിടെ കൂടെ ചെലവഴിക്കരുത്. ഇന്നത്തെ ദൈവഭക്തന്മാർ, വിശ്വാസികൾ എന്ന് പറയുന്നവർ ശാപം മുറിക്കുന്നു പറയുമ്പോഴത്തേനും അവർ ഓടുകയാ. എത്ര കാലമായി സഹോദര നീ ശാപം മുറിക്കാൻ പോയിട്ട്? ഏതെല്ലാം മീറ്റിംഗ് നീ പോയി ശാപം മുറിക്കാൻ ഇരുന്നു? ഇന്ന് നീ എവിടെ ശാപം മുറിക്കലുള്ളതെന്ന് ഓർത്തിരിക്കുകയല്ലേ? ആ ഡേറ്റ് എന്ന് വരും, ആ ദൈവദാസൻ എന്ന് വരും, എന്താണ് അവിടെ മീറ്റിംഗ് കയറിയിരിക്കും? നിങ്ങൾ ചോദിക്കാറില്ലേ എന്നാ ഇനി ശാപം മുറിക്കലുള്ളത്? ചോദിക്കാറില്ലേ? എത്ര കാലം നീ ഇങ്ങനെ മുറിക്കും? പൈസോ സത്യത്തിന് ഫലമായിരിക്കുന്ന നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കേണ്ട പുതിയ മനുഷ്യനെ നീ ധരിക്ക്. യേശുക്രിസ്തു നീ വിശ്വസിക്ക്. നിന്റെ പാപത്തെ ശാപത്തെ യേശു നീക്കിക്കളയും. ഹല്ലേലൂയ. നിന്നെ പുതിയ മനുഷ്യനായി ദൈവം രൂപാന്തരപ്പെടുത്തും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിലേക്ക് വരാൻ പറയുന്നത് കേട്ടോ. ഇതൊക്കെ പറയുമ്പോൾ ചിലർക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലേലെന്താ? വചനം പറയാതിരിക്കാൻ പറ്റുമോ? ഞാൻ അനുഭവിച്ചതൊക്കെ എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ചീത്തയൊന്നും വിളിച്ചു പറയാൻ തയ്യാറാകുന്നില്ല. ചീത്തയും അസഭ്യമൊന്നും വിളിച്ചു പറയാൻ തയ്യാറാകുന്നില്ല. ദൈവവചനം വിളിച്ചു പറയാൻ തയ്യാറുകയാണ്. ലോകത്തിന്റെ ഇഷ്ടം എന്താ? ലോകത്തിന്റെ അസഭ്യങ്ങൾ. ഒരു കള്ളു കുടിച്ചിട്ട്, മദ്യം കുടിച്ചിട്ട്, ലഹരി ഉപയോഗിച്ചിട്ട്, മയക്കുമരുന്നിട്ട് ഒഴിവ് റോഡിൽ നിന്ന് എന്താ അസഭ്യം വിളിച്ചു പറഞ്ഞാലും അവരോട് യാതൊരു പ്രശ്നവുമില്ല. അവരെ കൈയടിച്ച് സപ്പോർട്ട് ചെയ്യുന്നതായി ലോകം എന്ന് പറഞ്ഞ മനുഷ്യൻ. എന്നാൽ സുവിശേഷം വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ദൈവത്തിന്റെ ദാസി ഭൂമിയുടെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് സത്യസുവിശേഷം വിളിച്ചു പറയുക. ആ സത്യസുവിശേഷം വിളിച്ചു പറയാൻ സഹോദരി ഇങ്ങനെ, ആ സഹോദരൻ ഇങ്ങനെ വിളിച്ചു പറയുക. നിങ്ങളുടെ ഉള്ളിൽ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി പുതിയ മനുഷ്യരെ ധരിച്ചുകൊള്ളുവിൻ. ആ ദൈവദാസിയോ ഏതെങ്കിലും തെരുക്കോടി നിന്ന് വിളിച്ചു പറയാമെങ്കിൽ നിങ്ങൾ ഓടിച്ചെല്ലും കല്ലും കുഴിയുമായിട്ട്. അദ്ദേഹം വിളിച്ചു പറഞ്ഞത് നിങ്ങൾ മാനസാന്തരപ്പെടണമെന്നല്ലേ വിളിച്ചു പറഞ്ഞേ? നിങ്ങൾ കല്ലുമൊഴിയായിട്ട് ചെന്നതെന്താ? നിങ്ങളുടെ ഉള്ള ദുർഗന്ധം വമിക്കുന്ന മനുഷ്യൻ കിടക്കുന്നതുകൊണ്ടാണ്.
സുവിശേഷകനെ, സുവിശേഷ പ്രസംഗരെ നിങ്ങൾ കല്ലെടുത്ത് എറിയുന്നത്, കൈയോങ്ങുന്നത്, അവരെ അടിക്കുന്നത്, അവരെ ഓടിക്കുന്നവരുടെ മയക്കി പിടിച്ചു പറിക്കുന്നത്, ബോക്സ് അടിച്ചു പറിക്കുന്നത്, അവരെ അമേലടിയ വണ്ടി അടിച്ചു പൊട്ടിക്കുന്നത്, അവരെ ദേശത്തൊന്നും പാട്ടി പായിക്കുന്നവരുടെ സഭയടിച്ച് തകർക്കുന്നതൊക്കെ നിങ്ങളുടെ ഉള്ള ജടിക മനുഷ്യനാണ്. അല്ലേരിയ ആദാമിലൂടെ നിങ്ങളിൽ മാമി വ്യാപരിക്കാൻ ദുർഗന്ധം പിടിച്ച മനുഷ്യനാണ് നിങ്ങളെ കൊണ്ട് ഈ ദുർഗന്ധമുള്ള പണിയെ ചെയ്യിപ്പിക്കുന്നത്. അല്ലേരി അല്ലേ നിങ്ങളൊന്ന് പറ. അല്ലേരി എന്നെ കേൾക്കുന്ന മാതാവേ പിതാ മാനസാന്തരപ്പെടണം കേട്ടോ. യേശുവിൽ വിശ്വസിക്കണം. നിന്റെ രക്ഷയ്ക്ക് ആശ്രയം, നിന്റെ രക്ഷയ്ക്ക് ഏക കാരണം യേശുവാണ്. നിനക്ക് നിത്യത്തിലേക്ക് പ്രവേശിപ്പാൻ യേശുക്രിസ്തുവിൽ മാത്രമേ കഴിയുള്ളൂ. നിങ്ങൾ പുതിയ മനുഷ്യനായി കഴിഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് ഒരുപാട് അല്ലേരിയ സ്തോത്രം ഒരുപാട് അനുഗ്രഹങ്ങളെ തരുന്നുണ്ട്. നിങ്ങൾ പുതിയ മനുഷ്യനായി കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മയാണ്, ഒരുപാട് ഓഫറുകളാണ് ദൈവം തരുന്നത്. നിങ്ങൾ പുതിയ മനുഷ്യനായി കഴിയുമ്പോൾ ദൈവം നിങ്ങൾക്ക് തരുന്ന ഓഫറുകളെ കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അല്ലേലൂയ സ്തോത്രം അല്ലേലൂയ അതിന്റെ 1 തൊട്ട് 5 വരെ താഴോട്ട് വായിക്കാം. ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി, സമുദ്രവിനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധി തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്: ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവൻ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതിയതാക്കുന്നു എന്നരുളി ചെയ്തു. കണ്ടോ, നിങ്ങൾ പുതിയ മനുഷ്യനായി കഴിയുമ്പോൾ എത്രമാത്രം ഓഫറുകളാണ് നിങ്ങൾക്ക് വരുന്നത്. അല്ലേ, എന്തെല്ലാം അനുഗ്രഹങ്ങളാ. അതെ, നിങ്ങൾ പുതിയ മനുഷ്യനായി കഴിയുമ്പോൾ ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് എത്ര ശ്രേഷ്ഠതയാണ്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സകല കഷ്ടങ്ങളും വേദനകളും നൊമ്പരങ്ങളും ദുഃഖങ്ങളും മാറി ദൈവം നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന, ദൈവം നിങ്ങളോട് പറഞ്ഞിരുന്ന വാഗ്ദത്തം വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം നിങ്ങൾ വായിക്കണം. തുടർമാനമായിട്ട് വായിക്കണം, താഴോട്ട് വായിക്കണം. ദൈവം നിങ്ങൾക്ക് നൽകാൻ പോകുന്ന, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ പുതിയ യെരൂശലേമിനെയൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാം. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന സ്വർഗീയ പരദീസ, നിങ്ങൾക്ക് നിത്യമായി പാർക്കുള്ള സ്വർഗീയ ഭവനത്തെയൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. നിങ്ങൾ ആ ഭാഗം വായിക്കണം. അപ്പൊ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ, ദൈവാനുരൂപമായി പുതിയ മനുഷ്യരെ ധരിക്കുമ്പോൾ അല്ലേലിയ കർത്താവ് നിങ്ങൾക്ക് ഒരുപാട് ഓഫറുകൾ തരിക. സിംഹാസനം തിരികെ പറയാ, ഞാൻ ഇതെല്ലാത്തിനും പുതിയതാക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതാണ്, നീ കർത്താവ് യേശുക്രിസ്തുവിൽ വീണ്ടും ജന്മം പ്രാപിച്ച് പുതിയ മനുഷ്യനായി മാറണം. പുതിയ മനുഷ്യനായി മാറുമ്പോൾ നിന്റെ കണ്ണുനീരെല്ലാം മാറും, നിന്റെ ദുഃഖം മാറും, നിന്റെ കഷ്ടതകൾ മാറും, നിന്റെ ജീവൻ മരണം മാറിപ്പോകും. അല്ലെങ്കിൽ നീ ദൈവത്തിന്റെ മണവാട്ടിയായി ദൈവരാജ്യത്തിൽ നിനക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. സന്തോഷത്തോടെ നിനക്ക് നിത്യത ചെലവാക്കാൻ കഴിയും. അല്ലേലൂയ. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. നിങ്ങളുടെ പഴയ ദുഃഖങ്ങൾ, പഴയ വ്യാധികൾ, പഴയ പരാജയങ്ങൾ, പഴയ കഷ്ടങ്ങൾ എന്നിങ്ങനെ സകലവും മാറ്റി പുതിയ ഹൃദയം തന്ന് പുതിയ ആത്മാവിനെ പകർന്ന് പുതിയ സന്തോഷത്താൽ ദൈവം നിങ്ങളെ നിറയ്ക്കാൻ തുടങ്ങും. അല്ലേലൂയ. അങ്ങനെ തൊന്നിക്കിട്ട് പുതിയത് ഞങ്ങളൊക്കെ അങ്ങനെ, ഞങ്ങളുടെയൊക്കെ പഴയ മനുഷ്യൻ മാറിക്കഴിഞ്ഞപ്പോൾ അല്ലേലൂയ പരാജയങ്ങളും പഴയ കഷ്ടങ്ങളും എല്ലാം മാറ്റിയിട്ട് ഞങ്ങൾക്കൊക്കെ ഒരു പുതിയ ഹൃദയം ദൈവം തന്നു. അല്ലേലൂയ. അവൻ പഴയ പാപമനുഷ്യൻ മരിച്ചു. നിങ്ങൾ പുതിയതായി മാറുമ്പോൾ നിങ്ങളുടെ ഉള്ള പഴയ പാപമനുഷ്യൻ ആദാമിലൂടെ നിങ്ങളിൽ കൂടെ വ്യാപരിക്കുന്ന, ആദാമിൽ കൂടെ നിങ്ങളുള്ള ദുർഗന്ധം വമിക്കുന്ന മനുഷ്യൻ മരിക്കുന്നു. നിങ്ങൾ പുതിയ മനുഷ്യനായി മാറുമ്പോൾ അപ്പൊ നിങ്ങളുടെ പഴയ പാപ മനുഷ്യൻ മരിച്ച് ക്രിസ്തുവിൽ നാം പുതിയ സൃഷ്ടിയായി മാറുന്നു. അതായത് പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കുന്നു. ആകയാൽ ക്രിസ്തുവിൽ ഞാൻ പുതു സൃഷ്ടിയാകുന്നുവെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആ വിശ്വാസ പ്രഖ്യാപനത്തോടെ നിങ്ങൾ പുതിയ തീരുമാനങ്ങളും പുതിയ പ്രതീക്ഷകളോടും പുതിയ പ്രതിഷ്ഠകളോടും കൂടെ ക്രിസ്തുവിന്റെ കരം പിടിച്ച് നടക്കണം. ഹല്ലേലൂയ. നിങ്ങൾ അല്ലെങ്കിൽ പുതിയ തീരുമാനത്തോടെ പുതിയ സൃഷ്ടിയായി പുതിയ പ്രതിഷ്ഠയോടെ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ കരം പിടിച്ച് നിങ്ങൾ നടക്കണം. ഹല്ലേലൂയ. സ്തോത്രം. എന്നെ കേൾക്കുന്ന സ്നേഹിക്കുന്ന അതുകൊണ്ടൊക്കെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പഴയ നിയമത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഭാഗമുണ്ട്. ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം 10-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയി തീരുകയും ചെയ്യും. ഈ അടയാളങ്ങൾ നിനക്ക് സംഭവിക്കുമ്പോൾ യുദ്ധമെന്ന് തോന്നുന്നത് ചെയ്യുക, ദൈവം നിന്നോട് കൂടെയുണ്ട് എന്ന് ശമൂവേൽ ശൗലിനോട് പറയുന്ന, പഴയ നിയമത്തിലെ ശൗലിനോട് പറയുക.
എന്നിട്ട് ആ വചനത്തിന്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ അവൻ ശമൂവേലിനെ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. ആ അടയാളങ്ങളെല്ലാം അന്ന് തന്നെ സംഭവിച്ചത്. ശമൂവേൽ പ്രവാചകൻ ശക്തമായ ആലോചന ശൗലിന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്? കഴുതകളെ അന്വേഷിച്ചു പോയ ശൗലിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. അതെ, അവൻ അന്ന് ശമൂവേലിനെ സന്ദർശിച്ചു. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും. അവൻ ശമൂവേലിനെ വിട്ടുപിരിഞ്ഞ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. അതെ, അന്നു മുതൽ അവൻ ഒരു പുതിയ മനുഷ്യൻ ആമനായിത്തീർന്നു. അന്നു മുതൽ ശൗല് ഒരു പുതിയ മനുഷ്യനായിത്തീർന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഒരു പുതിയ മനുഷ്യനെ ശോഭിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവാൻ, ഹല്ലേലൂയ, പുതിയ സൃഷ്ടിയായി തീരുവാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം ആവശ്യമാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിനക്കൊരു പുതിയ ഹൃദയം ആവശ്യമാണ്. നിന്റെ പഴയ മനുഷ്യനായിരിക്കുന്ന നിന്റെ ഉള്ളിൽ വസിക്കുന്ന ഹൃദയത്തിനകത്ത് സകല അഹങ്കാരങ്ങളും ഉണ്ടെന്ന്, സകല ശാഠ്യവും ദുശാഠ്യങ്ങളും, സകല ദുഷ്ടതയും ചതിവും വ്യാജഭാവവും അസൂയയും ന്യൂണയും ഒക്കെ കൊണ്ട് നിറയപ്പെട്ട നിന്റെ ഹൃദയത്തിന്റെ ആ ദുഷ്ടതയെ നീക്കിക്കളഞ്ഞിട്ട് നീ പുതിയ ഹൃദയം പ്രാപിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് നിലവിളിച്ചത്, പാപം ചെയ്തു. ദാവീദ് രാജാവ് പാപം ചെയ്തു. സ്വോത്രം. സേനാനായകന്മാരെ യുദ്ധത്തിന് പറഞ്ഞു വിട്ടിട്ട് ദാവീദ് മട്ടപ്പാവി കേറി ഉലാവിക്കൊണ്ട് നിന്നതാ. തന്റെ കണ്ണിൽ പാപം കയറി. ആ പാപം മുഖാന്തരം താൻ എന്ത് ചെയ്തു? ദൈവത്തിന് കളങ്കപ്പെട്ടവനായി മാറി. ഹല്ലേലൂയ. അങ്ങനെ ദാവീദിന് സമാധാനമില്ലാതെ വന്ന് പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവം നാഥാം പ്രവാചകനെ ദാവീദിന്റെ കൊട്ടാരത്തിലേക്ക് അയച്ചു. ദാവീദിന്റെ കൊട്ടാരത്തിലേക്ക് നാഥാം പ്രവാചകൻ ചെന്ന് ദാവീദിന്റെ പാപങ്ങളെ ഉണർത്തിച്ചു കൊടുത്തു. അങ്ങനെ ദാവീദിന്റെ പാപങ്ങൾ ഉണർത്തിച്ചു കൊടുത്തുന്ന ദാവീദ് നിലവിളിച്ചതാണ് 51-ാം സങ്കീർത്തനം 10-ാം വാക്യം എഴുതി വെച്ചിരിക്കുന്നത്. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരാത്മാവിൽ പുതുക്കണമെന്ന്. അതെ, പുതിയ ആത്മാവിനെ നീ പ്രാപിക്കണം കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടമുള്ളത്, വിഷമമുള്ളതെന്ന് യിരെമ്യാവിന്റെ പുസ്തകം 17:9 വായിക്കുന്നു. വായിൽ നിന്ന് പുറപ്പെടുന്ന ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. മത്തായി 15:18 എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങൾ പുതിയ മനുഷ്യനെ പ്രാപിക്കണം. ഹല്ലേലൂയ. എസ്കേലിന്റെ പുസ്തകം 36-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ഹൃദയ ജഡത്തിൽ നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരുമെന്ന് എസ്കേൽ പ്രവാചകന്റെ ദൈവത്തിന്റെ ആത്മാവ് മുന്നമേൽ അരുളിച്ചെയ്തു. അത് ഇന്ന് പകൽ പൗലോസ് പറഞ്ഞ വാക്യത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളുടെ ഉള്ളിൽ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച്, ഹല്ലേലൂയ, സ്തോത്രം, സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് നിങ്ങൾ വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിന്റെ വരവ് വേണ്ടി ഒരുങ്ങണം. ഇത് പകലെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങളുടെ ജീവിതത്തിന്റെ പാപ സ്വഭാവങ്ങളെ നീക്കിക്കളഞ്ഞ് യേശുവിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് ദൈവരാജ്യത്തിലെത്തണോ, നിത്യത്തിലെത്തണോ, നിങ്ങൾ പാപം കളയണം. നിങ്ങളുടെ ഉള്ള ദുർഗന്ധം ഭാവിക്കുന്ന മനുഷ്യനെ നീക്കിക്കളഞ്ഞ് ഇന്ന് പകൽ എന്നോട് പറയും, യേശുവേ, എനിക്ക് അങ്ങേ ആവശ്യമാണ്. എനിക്കൊരു പുതിയ മനുഷ്യനായി മാറണം, പുതിയ സൃഷ്ടിയായി തീരണം. എനിക്ക് ജീവിതം ഒരിക്കൽ മാത്രമാണ്. അങ്ങനെ വരവെങ്കിൽ എനിക്ക് സ്വർഗരാജ്യത്തിൽ അങ്ങയോടൊപ്പം എടുക്കപ്പെട്ട നിത്യത ചെലവഴിപ്പാൻ ഞാൻ കർത്താവ് ഒരുങ്ങുന്നു. അതുകൊണ്ട് എന്നെ ഏൽപ്പിക്കുന്നു. അങ്ങേ രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പന വിശുദ്ധ ജീവിതം നയിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാണ്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഭദ്രമായി കേട്ടുകൊടുക്കുന്ന എല്ലാ ദൈവമക്കളെയും ശൈശവത്തെ ബാല്യത്തിൽ കൗമാര യൗവനത്തിന് വാർദ്ധക്യത്തിന് ആൽപ്പെടുത്ത തടവറയിലായിരിക്കുന്ന വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണപിതാവ്, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവി, ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസി മേഖല ഭരിക്കുന്ന കരസേന, വ്യോമസേന, നാവികസേനാധികാരികൾ, കർത്താവ് സോദരനയുടെ BSF, CRP, കർത്താവ് നിയമനിർമ്മാണ രംഗത്തെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ, ക്രമസമാധാന പാലകരെ, പോലീസിന്റെ വിവിധ വകുപ്പുകളെ, ജുഡീഷ്യറിയുടെ വിവിധ മേഖലകളെയും, കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കും, വാഹനത്തിൽ യാത്രയും വാഹന നിർമ്മാതാക്കൾ സെയിൽസ് ചെയ്യുന്നവരെ, കടലോരങ്ങളിൽ ജോലി ചെയ്യുന്നവരെ, കടലോരവാസികളെ, തീരദേശവാസികളെ, മത്സ്യബന്ധന കടന്നുപോയിരിക്കുന്നവരെ, ഹല്ലേലൂയ, കരികളും കമ്പനികളും ഫാക്ടറി ജോലി ചെയ്യുന്നവർ, ട്രേഡ്
രംഗത്ത് കൺസ്ട്രക്ഷൻ രംഗത്ത് ജോലി ചെയ്യുന്ന ക്ഷീര മേഖലയിലും കാർഷിക മേഖലയിലും മോട്ടോർ രംഗത്ത് കൺസ്ട്രക്ഷൻ മേഖല യൂണിയൻ മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഹല്ലേലൂയ ദേശത്തും വിദേശത്തും കടന്നു ജോലി ചെയ്യുന്ന കഷ്ടങ്ങൾ പ്രയാസ ദുരിതങ്ങൾ അനുഭവിക്കുന്നത് വാർദ്ധക്യ രോഗത്താൽ മാനപ്പെടുന്ന മദ്യപാനികൾ ഉരുക്കൂത്തുകാർ നുറുനറപ്പുകാർ ഒക്കെ മാനസാന്തരപ്പെടുക തീവ്രവാദികൾ ഭീകരവാദികൾ മാനസാന്തരപ്പെടുക വർഗീയവാദികൾക്ക് മാനസാന്തരം ഉണ്ടാകുവാൻ മതസാമൂഹിക സംസ്കാര സംഘടന രംഗത്ത് ചരിത്രമാധ്യ മീഡിയ രംഗത്ത് നിന്ന് സൈന്റിസ്റ്റ് എഞ്ചിനീയർമാരെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന എല്ലാ രാഷ്ട്രീയക്കാരെയും ദൈവങ്ങളിൽ മാനസാന്തരം കൊടുക്കണമേ. പാപജീവിതം വിട്ട് കർത്താവ് പഴയ ആദാമിന്റെ സ്വഭാവം വിട്ട് പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് ക്രിസ്തുവിൽ വീണ്ടും ജന്മം പ്രാപിച്ച് പുതുക്കം പ്രാപിച്ച് കർത്താവിന്റെ വരവിനായി ഒരു മനുഷ്യരത്തെ ഒരുക്കണമേ. ദൈവമക്കൾ ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ മുഖാന്തരം കഷ്ടം സഹിക്കുന്ന ദൈവദാസിത സഭ ശൈലിലായിരിക്കുന്നവർക്കൊക്കെ വീട്ടിലും മോചനം കർത്താൻ കൊടുക്കണമേ. തലമുറയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാനിൽ വെറുക്കൂത്തിൽ കർത്താൻ രണ്ടിക്കും പ്രത്യേകിച്ച് കാലവർഷം കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കർത്താവ് ശക്തമായി പല സ്ഥലത്തും വെള്ളപ്പൊക്കം ദുരിതങ്ങളും ഒക്കെ നാശനഷ്ടങ്ങളും പ്രയാസങ്ങളും ജീവകാരി കൃഷിനാശി കൃഷിനാശികളൊന്നും വരാതെ കർത്താവിയുടെ കേരളത്തെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സകലമുഖത്തോടെ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ.